അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെതിരെയും ഡോക്ടർ സംഗീതയ്ക്കെതിരെയും ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാൻ തെളിവുകൾ കണ്ടെത്താനാകാതെ പോലീസ്. നിതിൻ മരിക്കുന്നതിന് തൊട്ടുമുൻപുള്ള CCTV ദൃശ്യങ്ങളിലും പ്രതികളായ അധ്യാപകരില്ല. അതേസമയം ഓൺലൈൻ ലോൺ ആപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോക്ടർ റാം വിദ്യാർത്ഥികളോട് നടത്തിയ മോശപ്പെട്ട അധിക്ഷേപങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിലും നിതിന്റെ ആത്മഹത്യയ്ക്ക് ഡോക്ടർ റാം കാരണക്കാരനാണെന്ന് തെളിയിക്കുക പോലീസിന് എളുപ്പമല്ല. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കുന്നതിന് 25 മിനിറ്റ് മുൻപ് നിതിൻ പ്രിൻസിപ്പലിന്റെ മുറിയിലുണ്ടായിരുന്നു. മൊബൈൽ ആപ്പിലൂടെ വായ്പയെടുക്കാൻ അധ്യാപികയുടെ നമ്പർ റഫറൻസായി നൽകിയെന്ന പരാതിയിന്മേലാണ് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടു. പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഡീൻ, അനാട്ടമി വിഭാഗത്തിലെ അധ്യാപിക, ലോൺ ആപ്പ് സംഘത്തിൽ നിന്നും ഭീഷണി നേരിട്ട അധ്യാപിക എന്നിവരാണ് CCTVയിലുള്ളത്. അതിനാൽ പ്രഥമദൃഷ്ട്യാ ഡോക്ടർ റാമിനെതിരെയും ഡോക്ടർ സംഗീത നമ്പ്യാർക്കെതിരെയും ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാൻ കഴിയില്ല. അതേസമയം ഓൺലൈൻ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ വെച്ചാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്നും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും പോലീസിന് ലഭിച്ചു. റിപ്പോർട്ടർ, കണ്ണൂർ.